നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇന്ന് വരെ എന്റെ ദൈവമയോട് ഒരു ധിക്കാരവും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ധിക്കാരമായിട്ട് കരുതരുത്. ഇല്ല മോനെ, എന്റെ കാർത്തിക എനിക്കറിയില്ലേ. ഈ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ഞാൻ ഏറെയും ഈ ലോകം കണ്ടത്. എന്റെ ദൈവമയോട് ഒട്ടി നിന്ന ഞാൻ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു കടലോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ദൈവമയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വാ മീനാക്ഷി, വാ പോവാ. അമ്മേ, തടസ്സമൊന്നും പറയണ്ട, വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. നീ ഈ അമ്മയെ സ്നേഹിക്കുന്നില്ലേ? എന്താ അതിന് സംശയമുണ്ടോ? ഞാൻ എന്റെ പ്രാണനെ പോലെ എന്റെ ദൈവമേ സ്നേഹിക്കുന്നു. ഈ അമ്മയ്ക്ക് ഒരു ആത്മാഭിമാനം ഇല്ലേ മോനെ? ഞാൻ മജ്ജയും മാംസമുള്ള ഒരു സ്ത്രീയല്ലേ? കല്ലുകൊണ്ടല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. എനിക്കൊരു ഹൃദയമില്ലേ മോനെ? അമ്മേ, ശ്രീകൃഷ്ണന്റെയോ യേശുക്രിസ്തുന്റെയോ ശ്രീബുദ്ധന്റെയോ മനസ്സല്ലല്ലോ എനിക്കുള്ളത്. ഞാനൊരു പാവം പെണ്ണ. വിധി എന്നെ ഒത്തിരി വേട്ടയാടിയെന്ന് വെച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ഞാൻ നിൽക്കണോ മോനെ? അമ്മേ, അമ്മ എന്താ അർത്ഥമാക്കുന്നത്? അമ്മ എന്നോട് നിഷ്കരണം ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കേട്ട് നിന്ന അച്ഛൻ ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. ആരും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ അനുകൂലിച്ചില്ല. എന്റെ കണ്ണീരും പിടയുന്ന എന്റെ മനസ്സും ആരും കണ്ടില്ല. ഇനി അമ്മ അവിടെ വന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ആത്മഹത്യയല്ലേ മോനെ? വേണ്ട, അമ്മ വരണ്ട. പക്ഷേ അമ്മയും ഇവളെയും അങ്ങനെ പെരുവഴിയിൽ തള്ളിവിട്ടിട്ട് ഈ കാർത്തിക്ക് പോവില്ല. നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കാം. എവിടെ? മാധുരി ആന്റിയുടെ വീട്ടില്. എന്റെ അമ്മയുടെ വീട്ടിലോ? എന്റെ അമ്മയ്ക്ക് വേറെ വീടുണ്ടോ? നിന്റെ അമ്മയ്ക്ക് തറവാടുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെ ആരെയും നിന്നെ കാണിക്കാതിരുന്നത് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കുറ്റം. നേരാണോ ACP പറയുന്നത്? ഈ പകല് പോലെ സത്യം. അവിടെ നിന്നെ കാത്തിപ്പോഴും ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. നിന്റെ മുത്തശ്ശൻ മാധവൻ നമ്പ്യാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.